ഫോൺ കോൾ വിളിക്കുമ്പോഴും സൈബർ കുറ്റകൃത്യങ്ങളിൽ വീണു പോകരുതെന്ന സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്തരം സന്ദേശം ഗൗരവമായി കാണാത്തവർ ഇപ്പോഴും സൈബർ ചതിക്കുഴിയിൽ വീണു പോകുന്നുണ്ട്. കോട്ടയം കാഞ്ഞിരപ്പള്ളി കുറുവാമുഴി സ്വദേശി അജോ വർഗീസിന് നഷ്ടമായത് 1 ലക്ഷം രൂപയാണ്. അജ്ഞാത ഗ്രൂപ്പുകളിൽ നിന്നോ നിക്ഷേപ ടിപ്സുകൾ ഒരിക്കലും സ്വീകരിക്കരുത്. നിങ്ങളുടെ സമ്പാദ്യമില്ലാതാക്കാൻ സൈബർ കുറ്റവാളികൾ സ്ഥാപിച്ച കണികളായിരിക്കാം അവ. അത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി ദേശീയ സൈബർ ഹെൽപ്പ് ലൈനിൽ 1930 എന്ന നമ്പറിൽ അറിയിക്കുക. ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത്. ഫോണിലൂടെ ഇത്തരം സന്ദേശം ലഭിക്കുന്ന ഈ കാലത്തും സൈബർ കുറ്റവാളികൾ തട്ടിപ്പ് തുടരുകയാണ്. കാഞ്ഞിരപ്പള്ളി സ്വദേശി അജോ വർഗീസിന് നഷ്ടമായത് 1 ലക്ഷം രൂപ. വീട് പണിയാൻ വെച്ചിരുന്ന പൈസ എടുത്തുകൊണ്ട് 1 ലക്ഷം രൂപ ഉണ്ടായി. ലോൺ എടുത്തിരുന്നായിരുന്നു അയൽക്കൂടത്തിൽ നിന്ന്. ലോൺ എടുത്ത് വെച്ചോളായിരുന്നു. അത് 2 ദിവസമായി ലോൺ എടുത്തിട്ട് അത് അന്നേരം അവർ വിളിക്കുന്നു. ഒരു തവണ അടച്ചോളൂ. അതിന്റെ ഭീഷണി തുടർന്നപ്പോൾ പണം കൈമാറുകയായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അവരുടെ പോലീസ് സ്റ്റേഷൻകാരെ നിങ്ങളെ ഇവിടുന്ന് ഞങ്ങൾ ജയിക്കും, അവർ കൊണ്ടുത്തരും. ഇന്ന് 90 ദിവസം വരെ നിങ്ങൾ ജയിലിൽ പുറം ലോകം കാണാതെ ഞങ്ങളുടെ അന്വേഷണം സഹകരിക്കുന്നതും വരെ നിങ്ങൾ വീട്ടുകാരെ ആരെയും കാണിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂടുതൽ ഭയപ്പെടുത്തുമായിരുന്നു അവർ ചെയ്ത്. പ്രളയത്തിൽ കിടപ്പാടം നഷ്ടമായ അജോ വർഗീസിന് സ്ഥലം വാങ്ങി വീട് വയ്ക്കുവാൻ സർക്കാർ 10 ലക്ഷം രൂപ നൽകിയിരുന്നു. വീട് നിർമ്മാണത്തിനായി കരുതിയ 1 ലക്ഷം രൂപയാണ് തട്ടിപ്പുകാർ കൊണ്ടുപോയത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.